ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാപ്പൂ. അശ്വതിയുടെ ഡോക്ടറെ ഒന്ന് കാണണം. പിന്നെ അല്ലാതെ ഒന്ന് രണ്ടിടത്തൂടെ കയറാനുണ്ട്. കൂട്ടത്തിൽ ഇവിടെ കയറി ടീച്ചറിനെ അപ്പൂന്റെ ഫ്രണ്ടിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അല്ല, തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കൂ, ടീച്ചറുണ്ടല്ലോ ഇവിടെ. ശരി അങ്കിൾ, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി ശരി ശരി. ശരിക്കും പെൺകുട്ടിയെ പോലെ തന്നെയുണ്ട് അല്ലേ ടീച്ചറെ? പെൺകുട്ടിയെ പോലെയെന്നല്ല അശ്വതി, ആതിര ശരിക്കും പെൺകുട്ടി തന്നെയായിപ്പോ. അവളുടെ സർജറി ഒക്കെ കഴിഞ്ഞതാ. വാ മുരളി, അകത്തേക്കിരിക്ക. ഇരിക്ക മുരളി. എന്തൊക്കെയാണ് ബിപിയുടെ വിവരം ടീച്ചറെ? അവിടെ എത്തിയതിനു ശേഷം വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ വിളിക്കുമ്പോ ഗീത പറയുന്നത്. ചെന്നപ്പം മുതല് ആതിരെ കാണുമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു എന്ന്. ഒരു വിധത്തില് ഗീത വിജയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അല്ല ടീച്ചറെ, അപ്പൊ ഈ കുട്ടി കുറച്ചു ദിവസമായിട്ട് ഇവിടെ തന്നെയാണോ? അതെ, ഞാൻ പറഞ്ഞില്ലേ അശ്വതിയോട്, ബിപിയുടെ കേസ് വാദിച്ച വക്കീലിന്റെ സഹോദരിയായത്. അല്ല, ബിപിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ കുട്ടി ഇവിടെ നിന്നാണെന്നല്ലേ ടീച്ചറിനോട് ഗീത പറഞ്ഞത്? അതെ. ബിപി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, പിന്നെന്തിനാ ആ കുട്ടി ഇവിടെ നിൽക്കുന്നത്? വിജയും ഗീതയും ഹോസ്പിറ്റലല്ലേ, ചിലപ്പോ വിജയ്ക്ക് അവളെ കാണേണ്ടി വന്നാലോ എന്ന് കരുതി നിൽക്കാൻ പറഞ്ഞതാ. അപ്പോ ആതിരയും തമ്മി നല്ല കൂട്ടായും തോന്നുന്നു അല്ലേ ടീച്ചറെ? ആ, രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച വരവും പോക്കും ഒക്കെ. പാവം കുട്ടിയാ, അപ്പൂനും വലിയ കാര്യവും അവളെ. ആ, നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട ടീച്ചറെ, ഞങ്ങൾ ഉടനെ ഇറങ്ങും. എന്നാൽ ഒരു ചായ ഒക്കെ ആവാം. ഇപ്പൊ വരാം. ഞാനും കൂടെ വരാം. ആ. ഇതൊക്കെ എത്ര പ്രാവശ്യം വായിക്കും. എന്താ വിപി, എന്തു പറ്റി? ഇത് എത്ര ദിവസമായി ഇവിടെ? അതിന് നമ്മൾ 2 ദിവസമല്ലേ ആയുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. അതെന്നെ ചോദിച്ചത്, നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? എനിക്കിവിടെ ഒന്ന് ബോറായി തുടങ്ങി. നമുക്ക് പോകാൻ ഗീത, വീട്ടിൽ ആതിര മാത്രമല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? അവിടെ ആതിര കൂട്ടായി ഡേസി ഉണ്ടല്ലോ, പിന്നെന്താ? ആരുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? നമ്മളവിടെ ഉള്ളതുപോലെ ആവും അതൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാന്ന്. അങ്ങനെ പോകാൻ പറ്റില്ല വിപി. ഡോക്ടർ പറയാതെ നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകാൻ പറ്റുമോ? എന്നാ തനിക്ക് ആതിരോട് ഇങ്ങോട്ട് വരാൻ പറയാലോ, അവൾക്ക് ഇവിടെ നമ്മുടെ കൂടെ നിൽക്കാലോ. അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്ത? ഒന്നെങ്കിൽ ഇവിടുന്ന് പോവുക, അല്ലെങ്കിൽ ആതിര ഇങ്ങോട്ട് കൊണ്ടുവരാം. രണ്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. വിപി ടെൻഷൻ ആവാതെ. ഞാൻ ടെൻഷൻ ആവും. എന്താ ഇത്? ഡോക്ടർ വരുമ്പോ നമുക്ക് ചോദിക്കാം. ആരാ? ആതിരയാ? അല്ല, ഡേസിയാ. ഹലോ ഡേസി. ഗീത, അവിടെ എന്തായി? എങ്ങനെയുണ്ട് വിജയ്ക്ക്? കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കുന്നു. ഡേസി എന്താ വിളിച്ചത്? ഏയ്, വെറുതെ വിളിച്ചതാ. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല ഗീത, ഞാനും കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോ ആതിരയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കാം. അയ്യോ, എന്തു പറ്റി? ഏയ്, പേടിക്കാനൊന്നുമില്ല. റെഗുലർ ചെക്കപ്പിന് പോയിരിക്കാം. അപ്പുവിന്റെ കാര്യം വല്ലതും ചോദിക്കാറുണ്ടോ വിപി? അങ്ങനെയൊന്നുമില്ല. ആതിരെ കാണണമെന്ന് പറയും. ആതിര അടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാൻ പറ. ഇല്ല വിപി, അവക്ക് തലവേദനയാ, ഉറങ്ങുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മളവിടെ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. ആ ഡേസി, എന്താ വിജയ് പറയുന്നത്?
ഞാൻ VP-യോട് ആതിര ഉറങ്ങാന്നാ പറഞ്ഞത്. ഉം. വല്ലാതെ വാശി പിടിക്കുന്നുണ്ടല്ലേ? ഉം. ആ പിന്നെ ഇവിടെ മുരളി അശ്വതിയും വന്നിട്ടുണ്ട്. അതെയോ? എപ്പ എത്തി? അവരോട് ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാ. ഒരു മിനിറ്റ്, ഞാൻ അശ്വതിയുടെ കൈ കൊടുക്കാം. ഹലോ ഗീതേച്ചി. പറ അശ്വതി, കുറച്ചു നേരമായി എത്തിയിട്ട്. ആ അരമണിക്കൂറായി. ഞങ്ങൾ വന്നപ്പോഴാ അപ്പു ആ കുട്ടിയും കൂടെ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയത്. അശ്വതി ആതിരെ കണ്ടോ? കണ്ടു. നല്ല കുട്ടിയാ. VP ഏട്ടനിപ്പോ എങ്ങനെയുണ്ട്? ആള് സുഖായിരിക്കുന്നു. മാളു ജോബിനൊക്കെ വിളിക്കാറില്ലേ? മാളു സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും. അവരടുത്ത ആഴ്ച ഇങ്ങ് വരുമല്ലോ. മുരളി എന്ത് പറയുന്നു? മുരളിയേട്ടനും എനിക്കും അങ്ങോട്ട് വന്ന് നിങ്ങളെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വന്നാലും കാണാൻ പറ്റില്ലെന്ന് ടീച്ചർ പറഞ്ഞു. അതുകൊണ്ടാ വരാത്തത്. അത് ചേച്ചിയോട് പറയണമെന്ന് മുരളിയേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കണേ ചേച്ചി. വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ആവശ്യമുള്ളവരെ വിളിച്ചു. ഇവിടെ അസൂര്യൊന്നുമില്ല അശ്വതി. ഡേസിയോട് ഞാൻ പിന്നെ വിളിക്കാന്ന് പറയും. ആതിരയുടെ കാര്യം ഓർത്തിട്ട് VP ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അവിടെ ഡേസിയും അശ്വതിയും മുരളിയൊക്കെ കൂട്ടിനുണ്ട്. ആരുണ്ടായിട്ടെന്താ? നമുക്ക് പകരാവില്ലല്ലോ അവരൊന്നും. താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചറെ. ഇനി അശ്വതിയും കൊണ്ട് ഡോക്ടറെ അടുത്തൊന്ന് പോണം. ഇതിപ്പോ എത്ര നാളായി ഈ അസുഖവും കൊണ്ട് നടക്കുന്നു. കഴുത്തുവേദന കുറവില്ലെങ്കിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഒന്ന് മാറ്റി നോക്കിയാലോ അശ്വതി? ജോബിന്റെ ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റുകളെ ആരെങ്കിലും കാണിച്ചാലോ? ഞാനത് എപ്പോഴേ പറഞ്ഞതാ ടീച്ചറെ. പക്ഷെ ഇവള് കേൾക്കണ്ടേ. ഒരു പ്രാവശ്യം കൂടി നോക്കാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ ഇതിപ്പോ എത്ര പ്രാവശ്യമായി. എന്തായാലും കുറച്ചു നാളും കൂടി ഇങ്ങനെ പോട്ടെ ടീച്ചറെ. പുതിയൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് കഴിയുന്നത് വരെ നോക്കാം. അശ്വതിയുടെ ഇഷ്ടം. മുരളിയേട്ടാ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ആ ശരി. എന്താ അശ്വതി? അല്ല ടീച്ചറെ, ആ കുട്ടി ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതില് ഗീതേച്ചിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ടീച്ചറോടാവുമ്പോ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാലോ. ഗീത അതേക്കുറിച്ച് വ്യക്തമായിട്ട് എന്നോടൊന്നും സൂചിപ്പിച്ചിട്ടില്ല അശ്വതി. പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശം ഗീതയുടെ മനസ്സിലുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ ഗീതയെ തെറ്റു പറയാനാവില്ലല്ലോ. സ്വന്തം കുഞ്ഞുങ്ങൾക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ എല്ലാ അമ്മമാരും ആഗ്രഹിക്കില്ലേ? അല്ല, അതിന് ആ കുട്ടിയുടെ ബ്രദർ തയ്യാറാവൂ? വക്കീലിനും മനസ്സിൽ അങ്ങനെ ചില കണക്കൂട്ടലുകൾ കാണാതിരിക്കില്ല. അല്ലെങ്കിൽ ആതിരെ ഇവിടെ ഇങ്ങനെ നിർത്താൻ സമ്മതിക്കില്ലല്ലോ. അല്ല, ഗീതേച്ചിക്കും ആ കുട്ടിയുടെ സഹോദരനും എതിർപ്പില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ VP ഏട്ടന് എപ്പോഴെങ്കിലും അസുഖം ഭേദമായി വരുമ്പോ ഇങ്ങനൊരു ബന്ധത്തെ അനുകൂലിക്കുന്ന ടീച്ചറിന് തോന്നുന്നുണ്ടോ? ഇപ്പൊ അപ്പുവിന് ഒരു തരി പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾക്ക് ഇനി അങ്ങനെ ഒരു റിലേഷൻ കൂടി. വിജയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം എനിക്കുമുണ്ട്. പക്ഷേ ഒരാളുടെ എതിർപ്പ് ഭയന്ന് രണ്ടു പേർക്കൊരു ജീവിതം ഉണ്ടാകുന്നത് വേണ്ടാന്ന് വെക്കുന്നതിൽ എന്ത് കാര്യം? അത് മാത്രമല്ല അശ്വതി, കുട്ടികൾ അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. ഓ, എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു ടീച്ചറെ. ഇതൊക്കെ എന്തായി തീരുമോ എന്തോ. എല്ലാം നല്ലതിനാവൂന്ന് കരുതി നമുക്ക് സമാധാനിക്കാനല്ലേ പറ്റൂ. ഞാനും മനസ്സുകൊണ്ട് ഗീതയുടെ പക്ഷത്ത് തന്നെ അശ്വതി. ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതമെങ്കിലും ഒന്ന് നേരെയായി കിട്ടിയാൽ അത്രയെങ്കിലും ആ പാവത്തിന് ആശ്വസിക്കാമല്ലോ. അതെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ടീച്ചറെ. മുരളിയേട്ടൻ വെയിറ്റ് ചെയ്യല്ലേ? ആ പിന്നെ മാളുവിനോടും ജോബിനോടും തൽക്കാലം ഇതൊന്നും പറയണ്ട കേട്ടോ. എല്ലാം ഒന്ന് ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് പറഞ്ഞാ മതി. അത്രേ ഉള്ളൂ. ശരി. ശരി എന്നാ.
എന്താടോ ഒരു ആലോചന? ഞാൻ ആ കുട്ടിയെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. കണ്ടിട്ട് അതൊരു പാവം തോന്നുന്നു. ആള് പാവമൊക്കെ തന്നെ. പക്ഷേ എന്തിനാ ആ കുട്ടിയെ VP-യുടെ വീട്ടിൽ നിർത്തിയിരിക്കുന്നതെന്നാ എനിക്കങ്ങോട്ട് മനസ്സിലാവാത്ത. ഡെയ്സി അതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ തന്നോട്? ആ, ടീച്ചർ ചില സൂചനകളൊക്കെ തന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ്. അതിനിപ്പോ താനെന്താ ഉദ്ദേശിച്ചത്? മുരളിയേട്ടൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ. തനിക്കും അപ്പൊ അങ്ങനെ തന്നെ തോന്നി അല്ലേ? അല്ല, ടീച്ചറിന്റെ സംസാരത്തിൽ അങ്ങനെ സൂചനയുണ്ടെന്ന് പറഞ്ഞ? അപ്പുവിന്റെയും ആ കുട്ടിയുടെയും മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. അത് ഗീതേച്ചിക്കും ആ കുട്ടിയുടെ ബ്രദറിനും സമ്മതമാണെന്ന് തോന്നുന്നു എന്നാണ് ഡേസി ടീച്ചർ പറഞ്ഞത്. എന്താ മുരളിയേട്ടാ? അല്ല, കാര്യങ്ങളുടെ പോക്ക് ആ രീതിയിലാണെങ്കിൽ ഇതെങ്ങനായി തീരുമെന്ന് ആലോചിക്കുകയായിരുന്നു. ഗീത അങ്ങനെ ഒരു റിലേഷൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഗീതയുടെ കാഴ്ചപ്പാടൊക്കെ എന്തുമാത്രം മാറിപ്പോയിരിക്കുന്നു. മനഃപൂർവ്വം മാറ്റിയെടുത്ത് തന്നെയാവും. അല്ലാതെ ഗീതേച്ചിയുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. അതുപോലെ അപ്പൂനും ആ കുട്ടിക്കും മറ്റൊരു ലൈഫ് പാർട്ട്ണറിനെ പറ്റി ചിന്തിക്കാനുള്ള സാധ്യതയുമില്ലല്ലോ. അങ്ങനെ എല്ലാ വശങ്ങളും ചിന്തിക്കുമ്പോ ഗീതേച്ചിക്കും വക്കീലിനും ഇതാ നല്ലതെന്ന് തോന്നിയെങ്കിൽ തെറ്റു പറയാനാവില്ല. ആ ഒരു തോട്ട് നല്ലത് തന്നെ. പക്ഷേ അപ്പോഴും VP-ക്ക് അത് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനും അതേപ്പറ്റി ആലോചിക്കാതിരുന്നില്ല. അപ്പൂനെ ഒരിക്കലും ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത VP-ഏട്ടന് എങ്ങനെ അതേ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടിയെ സ്വന്തം മകളായിട്ട് കാണാൻ പറ്റും? ചിലപ്പോ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ VP-ക്ക് അങ്ങനെ തോന്നുന്നതാവാം. പക്ഷേ എന്നെങ്കിലും VP റിക്കവർ ആയാൽ ആ കുട്ടിയോട് അതേ സ്നേഹവും വാത്സല്യവും തോന്നണമെന്നില്ലല്ലോ. അപ്പോഴാണ് ഈ റിലേഷൻ ശരിക്കൊരു ബാധ്യതയാകാൻ പോകുന്നത്. ഇനിയിപ്പോ VP റിക്കവർ ആയിട്ടും ആ കുട്ടിയെ ഒരു മകളായിട്ട് തന്നെ പരിഗണിക്കുന്നതിരിക്കട്ടെ. അപ്പോഴും അപ്പു ചിത്രത്തിന് പുറത്തു തന്നെയാണല്ലോ. അപ്പൊ എന്തു ചെയ്യും? ആ കുട്ടിയെ മകളായിട്ടും അപ്പൂനെ മരുമകനായിട്ടും VP-ഏട്ടനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അതിനൊക്കെ VP വില്ലിങ് ആവുമെന്ന് അറിയേണ്ടത്. ഇനിയിപ്പോ വില്ലിങ് ആയാൽ തന്നെ അതിന്റെ ലീഗൽ വാലിഡിറ്റി ഒക്കെ പരിശോധിക്കേണ്ടി വരും. ഒരു തരത്തിൽ നോക്കിയാ രണ്ടുപേർക്കും ഒരു ജീവിതം ആവുമല്ലോ മുരളിയേട്ടാ. ടീച്ചറും അത് തന്നെയാ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുമ്പോ അതൊരു നല്ല കാര്യമായിട്ടാ എനിക്കും തോന്നുന്നത്. ആ കുട്ടി അപ്പവും തമ്മിൽ നല്ല ചേർച്ച തോന്നുന്നുണ്ടല്ലേ? എടോ, താൻ ഇത്ര പെട്ടെന്ന് അവിടം വരെയൊക്കെ ചിന്തിച്ചോ? സത്യത്തിൽ എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഒരു റിലേഷന്റെ കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല. അതെന്താ? അതെന്താന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് കാരണമൊന്നും പറയാൻ എനിക്കറിയില്ല. ഒരുപക്ഷെ അപ്പുനെ ഇപ്പോഴും ഒരാൺകുട്ടിയായിട്ട് കാണാൻ എൻ്റെ മനസ്സ് പാകമായിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോഴും അപ്പുവും ആളും തോളിക്കൈയിട്ട് സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും VP-യുടെയും പ്രശ്നം. സ്വന്തം മോളായതുകൊണ്ട് റിയാലിറ്റി അംഗീകരിക്കാൻ മനസ്സ് പിണങ്ങി മാറിയതാവാം. അതെ, ഗീതേജിക്ക് ഒരു പരിധിവരെ അതിന് സാധിച്ചു. അതുകൊണ്ടാവാം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ആ അശ്വതി, ഇതൊന്നും വീട്ടിൽ ചെന്ന് അമ്മയോട് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. ഈ കാര്യം എങ്ങനെ അറിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അത് മതി. അത് നേരാ. ഇപ്പൊ തന്നെ ആ കുട്ടി അവിടെ വന്ന് നിൽക്കുന്നതും ടീച്ചർ അവിടെ കൂട്ടിന് സ്റ്റേ ചെയ്യുന്നതൊന്നും അമ്മയ്ക്ക് കണ്ണിന് നേരെ പിടിക്കുന്നില്ല. അതിന്റെ കൂടെ ഇതുകൂടി അറിഞ്ഞ പിന്നെ ഒരു സമാധാനവും കാണില്ല മനുഷ്യർക്ക്. നമ്മൾ അപ്പുവിന്റെ വീട്ടിൽ പോയിട്ടേയില്ല. ഡോക്ടറെ കണ്ടു, തിരിച്ചു പോകും, അത്ര തന്നെ. ഓക്കെ? ആ, അത് മതി.
ശേഖരമാമയാ? അന്തം വിട്ട് നോക്കണ്ടോ? കണ്ടത് സ്വപ്നമൊന്നുമല്ല. ഇത് ഞാൻ തന്നെയാ, തൻ്റെ ശേഖരമാമ. ആഹാ, എന്താടോ തൻ്റെ അന്താളിപ്പ് ഇതുവരെ മാറിയില്ലേ? ഓ, ഇത്ര കൃത്യമായിട്ട് ഈ വീടും വിലാസവും ഒക്കെ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നാവും. നാലാളറിയുന്നൊരു വക്കീലിന്റെ വീട് തപ്പിയെടുക്കാൻ ദേ ഇതേലൊന്ന് തോണ്ടിയും തേച്ചും നോക്കിയാ പോരെ? നമ്മുടെ പടിയിറ്റയിലെ കൃഷ്ണന്റെ മോൻ അജയനില്ലേ, അവനാ തൻ്റെ ഈ അഡ്രസ്സ് സംഘടിപ്പിച്ചു തന്നത്. അതും വാങ്ങി പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക് തന്നെ അങ്ങ് കയറി. ഇത്ര കഷ്ടപ്പെട്ട് വിലാസമൊക്കെ തപ്പിയെടുത്ത് മാമൻ എന്തിനാണോ വന്നത്? എന്തിനാ വന്നതെന്ന് ചോദിച്ചാ അതിനിപ്പോ ഉത്തരം എന്താ പറയേണ്ടത്? വെറുതെ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഇത്രയും നാൾ കൂടി കണ്ടപ്പോ തൻ്റെ നാവിന്ന് മാമന് സുഖമല്ലേ എന്നൊരു ചോദ്യ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചേ. ആ, സാരമില്ല, പരാതിയുമില്ല. അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ലല്ലോ നമ്മൾ തമ്മിൽ പിരിഞ്ഞത്. ചത്താലന്റെ ജഡം പോലും കാണാൻ രണ്ടുപേരും വന്നേക്കരുതെന്ന് പറഞ്ഞാണ് അട്ടിയിറക്കി വിട്ടത്. മറന്നുപോയോ അതൊക്കെ? ഇല്ലടോ, ഓർമ്മയുണ്ട്. എല്ലാം ഇന്നലെ നടന്നതുപോലെ തന്നെ. പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നറിയാം നന്ദ. 1000 വട്ടം ക്ഷമ ചോദിച്ചാലും അതൊന്നും മറക്കാനോ മാപ്പ് തരാനോ തനിക്ക് കഴിയില്ല എന്നും അറിയാം. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ വലിഞ്ഞു കയറി വന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറുപടി ഇല്ലടോ കയ്യിൽ. വന്നു, അത്ര തന്നെ. ആ, ആകാശില്ലേ ഇവിടെ? ആകാശം എന്നൊരാൾ ഇവിടെ ഇല്ല. ഇവിടെ എൻ്റെ അനിയത്തിയാണ് ഒപ്പം ഉള്ളത്, ആതിര. അവളിപ്പോൾ ഇവിടെ ഇല്ല, ഒരു സുഹൃത്തിൻ്റെ വീട്ടില. അന്ന് നീ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിചാരം. അതിൻ്റെ പേരിലല്ലേ അളിയൻ ജീവൻ ഒടുക്കിയതും എൻ്റെ ലളിത ചങ്കുപൊട്ടി ചത്തതും. വേണ്ട, പഴങ്കഥകളെ കെട്ടൊന്നും അഴിക്കണ്ട മാമ. ഒക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പറയാനാണെങ്കിൽ നഷ്ടങ്ങൾ അതുമാത്രമല്ലല്ലോ. അച്ഛൻ കെട്ടി തൂങ്ങിയതിൻ്റെ കാരണമൊന്നും നിങ്ങൾ അവളുടെ തലയെ കെട്ടിവയ്ക്കാൻ നോക്കണ്ട. കുടിച്ചു കുടിച്ച് ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് വന്നപ്പോഴാ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. അത് നിങ്ങളെല്ലാവരും കൂടി ഒരു കാരണമാക്കി എൻ്റെ അനിയത്തിയുടെ തലയിൽ കെട്ടിവെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് വെച്ച് പലതിൽ നിന്നും ഒഴിവാവാൻ അതൊരു സൗകര്യമായി. വേണ്ട, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കാതിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് കണ്ടപ്പോൾ ഞാൻ സുഖമാണെന്ന് അന്വേഷിച്ചില്ല പോലും.